നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡിയുടെ അടുത്ത സമൻസിലും വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഇന്നോ നാളെയോ ആശുപത്രിയിൽ അഭയം തേടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനുള്ള തന്ത്രമാണ് വീണ പയറ്റുന്നത്. ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ 70 തവണ ഒഴിവായ അതേ തന്ത്രം തന്നെ പയറ്റാനുള്ള വീണയുടെ നീക്കം ഇഡിക്ക് മുന്നിൽ ചെലവാകില്ല. അടുത്ത തവണയും വീണ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ലെങ്കിൽ വീട്ടിലെത്തി വീണയെ അറസ്റ്റ് ചെയ്ത് അടുത്ത നടപടിയിലേക്ക് നീങ്ങും. ആഴ്ചകളോളം ആശുപത്രിയിൽ തങ്ങാനാണ് നീക്കമെങ്കിൽ ഇഡി അറ്റകൈ പ്രയോഗത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് നാളെ ഹാജരാകാനാവില്ലെന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും വീണ ഇഡിയെ ഇമെയിൽ വഴി അറിയിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി സോണൽ ഓഫീസിൽ നാളെ രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് വീണയോട് ആവശ്യപ്പെട്ടിരുന്നത്. അവധി അപേക്ഷയിൽ ഇഡിയുടെ തീരുമാനം ഇന്ന് വീണയെ അറിയിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുള്ള അവധി അപേക്ഷകൾ ഇഡി പരിഗണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശിക്കുക. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാകണമെന്നാണ് വ്യവസ്ഥ. ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അന്നു തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. അറസ്റ്റ് ഉണ്ടായാൽ വീണയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും സാഹചര്യവുമില്ല. പിണറായി വിജയൻ്റെ മകൾ എന്ന പരിഗണന വീണയ്ക്ക് ഇഡിയിൽ നിന്ന് ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ അഴിയെണ്ണുകയേ മാർഗമുള്ളൂ. CMRLുമായി ബന്ധപ്പെട്ട് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച 2.78 കോടി രൂപയും എംപവർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച 50 ലക്ഷം രൂപയുടെ വായ്പയുമാണ് അന്വേഷണ പരിധിയിലുള്ളത്. നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക വിവരങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യം ചെയ്യൽ. തെളിവുകൾ നിരത്തി ഇഡി ചോദ്യം ചെയ്യുമ്പോൾ വീണയ്ക്ക് നൽകാൻ വ്യക്തമായ മറുപടി ഒന്നും തന്നെയില്ല. കരിമണൽ കർത്തായുടെ മാസപ്പടി എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കം ഒട്ടേറെ രേഖകൾ ഇഡിയുടെ കൈവശമുണ്ട്. പാവങ്ങളുടെ പാർട്ടി തലവനെന്ന് മേനി പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയും മകളും അടിപൊളി ആഡംബര ജീവിതത്തിന് വേണ്ട ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ വാങ്ങിയത് ഇത്തരത്തിൽ പലരും നൽകിയ പണം കൊണ്ടായിരുന്നുവെന്ന യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയുകയാണ്. വീണ അറസ്റ്റിലായാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുകയേ നിവർത്തിയുള്ളൂ. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നാണംകെട്ട സംഭവ വികാസങ്ങളിലേക്കാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കേണ്ടിയുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനാണ് ഇഡി നിലവിൽ ശ്രമിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയ സാഹചര്യത്തിൽ ഇഡി കർശനമായ നടപടികളിലേക്ക് കടക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ 2016 മുതൽ 2020-21 വരെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി CMRL നിന്ന് സേവനമൊന്നുമില്ലാതെ 2.78 കോടി രൂപ വാങ്ങിയതിലെ അനധികൃത ഇടപാടാണ് ഇഡി അന്വേഷിക്കുന്നത്. കരിമണൽ കമ്പനിയുമായി വീണയും എക്സാലോജിക്കും ഉണ്ടാക്കിയ കരാർ പകർപ്പും വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് രേഖകളും ഇഡിയുടെ കൈവശമുണ്ട്. മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനകളിലും ചോദ്യം ചെയ്യലിലും വീണ നൽകിയ മൊഴികളും നിലവിൽ ഏജൻസി കണ്ടെടുത്ത ശാസ്ത്രീയ തെളിവുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകളാണുള്ളത്. ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയതിനും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയതിനുമാണ് പണം നൽകിയതെന്ന് വ്യക്തമാക്കാൻ കൃത്യമായ നികുതി രേഖകളോ കൃത്യമായ സേവനം നൽകിയതിൻ്റെ തെളിവുകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. 2016 ഡിസംബർ 30-ന് CMRLുമായി വീണയുണ്ടാക്കിയ കരാറിൻ്റെ പകർപ്പ് 2017 മാർച്ച് 2-ന് എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാട് രേഖകൾ അടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും ഇഡിയുടെ പക്കലുണ്ട്. വീണയെ ചോദ്യം ചെയ്യുന്നതിനായി വിശദമായ ചോദ്യാവലി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ വീണയ്ക്ക് ലഭിച്ച 1.72 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുക. ഇതിന് ഉത്തരം കൊടുക്കാനാകുന്നില്ലെങ്കിൽ
വീണയെ അന്നു തന്നെ അറസ്റ്റ് ചെയ്യും.